ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്നുള്ളത് നേരത്തെ മധുവേട്ടൻ പറഞ്ഞു നിർത്തിയ പോലെ ഇപ്പോൾ ഈ യന്ത്രക്കൈകൾ, ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രത്തിന്റെ യന്ത്രക്കൈകൾ പുഴയിലേക്ക് തൊട്ടിരിക്കുന്നു, പുഴയിൽ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ള ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി ഇവിടെ നിന്ന് കാണാം. പ്രേക്ഷകർക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് നേരത്തെ പുഴയിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പുഴയുടെ തീരത്തേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല തട്ടുകളായി തിരിച്ച് പുഴയിലേക്ക്, പുഴയുടെ തീരത്തിന് കൂടുതൽ അടുത്തേക്ക് താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നേരത്തെ മുതൽ നടക്കിയത്. അതിനുവേണ്ടി പല ഭാഗത്തു നിന്ന് മണ്ണ് മാറ്റി പല ലെയറുകളാക്കി കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ, കൂടുതൽ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ചെയ്തത്. ഇപ്പോഴേതായാലും പുഴയിലേക്ക് ഇതിൻ്റെ കൈകളെത്തി അവിടെ നിന്ന് മണ്ണ് മാറ്റുന്ന ജോലികൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇതിനടിയിൽ ലോറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻനിർത്തിയാണ് ഇപ്പോൾ ആ പ്രദേശം നോക്കുന്നത്. അതായത് 33 അടി നീളത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. 20 മീറ്റർ മുന്നിലേക്ക്, അതായത് ഈ കാണുന്ന തീരത്ത് നിന്ന് 20 മീറ്റർ മുന്നിലേക്കാണ് പരിശോധന നടത്തുന്നത്. അതുപോലെ തന്നെ 60 അടി ആഴത്തിലും പരമാവധി പോകാനാണ് ഒരു ശ്രമം നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൃത്യമായി പുഴയിൽ നിന്ന് മണ്ണ് കോരി മുകളിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നു, അല്ലേ മധുട്ട? മണ്ണ് ഇപ്പോൾ പുഴയിൽ നിന്ന് കോരിയെടുത്തു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, പ്രതീക്ഷ, ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇപ്പോൾ പണ്ട് പുഴ നിന്നിരുന്നതിൻ്റെ ഇപ്പോൾ ആ മണ്ണുമാന്തി നിൽക്കുന്നതിന് അപ്പുറത്തേക്കാണ് ഈ പുഴ നിന്നിരുന്നതിന് അത്ര ദൂരം ഇപ്പോൾ ആ യന്ത്രക്കൈ എത്തുന്നത് അത്രയും പണ്ട് പുഴയായി ഒഴുകിയിരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് കൂടെയാണ് ഇപ്പോൾ മണ്ണ് മാന്തി എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് മീതെ ഈ മുകളിൽ നിന്ന് വന്ന് വളരെ തിരശ്ചീനമായി വന്ന് ആ ബലം വന്ന് വീണ് ആ വലിയ ലോറി അത് മണ്ണിലേക്ക് പതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായി ഇഴുകിപ്പോയി, റോഡിനോട് ചേർന്ന് ഒലിച്ചു പോയി പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ആ ലോറിക്ക് മീതെ കൂടി മണ്ണ് വന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എത്രത്തോളം, അടിയിലുള്ള മണ്ണിൻ്റെ അടരിൽ എത്രത്തോളം ആ വന്ന് പതിച്ച മണ്ണിൻ്റെ അടിയിലേക്ക്, അതിനുശേഷം പല പല അടരുകളായി ഓരോ ദിവസവും നിക്ഷേപിക്കപ്പെട്ട മണ്ണട്ടികളുണ്ട്, അവിടെ കടന്നു വന്ന ചെളിത്തിട്ടകളുണ്ട്. അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് എത്രത്തോളം കോരിയെടുത്തുകൊണ്ട് അതെല്ലാം മാന്തി മാറ്റിക്കൊണ്ട് അവിടേക്ക് എത്രത്തോളം ചെല്ലാൻ കഴിയും, അതാണ് അതിനുള്ള ആ പരിശോധനയാണ്, ആ തെരച്ചിലാണ്. ആ തെരച്ചിൽ എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കാരണം എന്താണ്, ഒരു ലക്ഷ്യമുണ്ട്, പക്ഷെ അത് എവിടെ കിട്ടും എന്ന് യാതൊരു നിശ്ചയവുമില്ല. ഈ പുഴയോരത്ത് അതുണ്ട്, അത് പക്ഷേ എവിടെ എന്നുള്ള ആ ആശങ്കയാണ്. ആ പോയിന്റ് കണ്ടെത്താനുള്ള, എവിടെ എന്നുള്ള അത് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 9 ദിവസങ്ങളായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യന്ത്രക്കൈ ഇവിടെ നിന്ന് പുഴയിലേക്ക് തുടങ്ങുമ്പോൾ നേരത്തെ നേവിയുടെ ബോട്ട് അവിടെ എത്തിയിരുന്നു, ആ വിധത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു. അതിനപ്പുറത്ത് വലിയ തോതിൽ ഒരു പരിശോധന എത്രത്തോളം അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന യാതൊരുവിധ സൂചനകളും ഈ നിമിഷം വരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു 4-5 പോയിന്റുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകളിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ആദ്യഘട്ടത്തിൽ ഈ ദുരന്ത നിവാരണ സേന അടക്കമുള്ളവർ പറഞ്ഞിരുന്ന പോയിന്റുകൾ കൂടിയാണത്. ആ പോയിന്റുകളിലേക്ക് എത്തി അവിടെ കുഴിച്ച് അവിടെ മണ്ണ് മാന്തിയെടുത്ത് ആ പ്രദേശങ്ങൾ, നദിയോട് ചേർന്നുള്ളതും നദിയിലേക്ക് ഒലിച്ചിറങ്ങിയതും നദിക്കരയിലുള്ളതുമായിട്ടുള്ള ഈ പ്രദേശങ്ങൾ കോരിയെടുത്ത് മാറ്റി അവിടെ നിന്ന് എന്ത് തടയും എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായ സൂചനകൾ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല, മറിച്ച് പക്ഷേ പ്രതീക്ഷകളുണ്ട്.